ഇന്ന് റജീബിൻ്റെ ഒപ്പരാണ് ഇന്നത്തെ ഡ്യൂട്ടി. ടൂൾസ് ഉണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ മൂവർ സംഘമാണ്. ഒന്ന് സുരേഷ് ചേട്ടനുണ്ട്, റജി ഉണ്ട്, നമ്മളുണ്ട്. അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യാനാണ് പോണേ ഒരു ബിൽഡിങ്ങിൽ. ഇന്നത്തെ പരിപാടി മക്കളെ ഇതാണ്. ഈ ഒരു ബിൽഡിങ് പുതിയൊരു കമ്പനി എടുത്താണ്. ഓൽക്ക് തോന്നുന്നു ടേബിള് കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ബിൽഡിങ്ങിൽ നമ്മളെപ്പോലെ തന്നെ വേറെ AC ഫിറ്റ് ചെയ്യുന്ന ടീമുണ്ട്. ഞങ്ങളെ വർക്കിന് ഇറങ്ങുകയാണ്. റജീബ് ടേബിളിൻ്റെ പെട്ടി തുറന്ന് ഉദ്ഘാടനം കഴിച്ച്, പിന്നെ സുരേഷ് ചേട്ടന് അവിടുന്ന് ഇവിടുന്ന് ടേബിളൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന പണി. ഞാനും റജീബ് ഇത് ഇരുന്ന് സെറ്റ് ചെയ്യുക തന്നെ. ജഗപ്പൊക്കെ പരിപാടി എല്ലാം ഒരു 20 ടേബിൾ സെറ്റ് ചെയ്യാണ്ടായും ബാക്കി എല്ലാം കൂടി ഒരു 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പണി തീർത്തു. അപ്പോൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പോവാണ്. ഇനി ക്ലീനിങ്ങിന് ആരെങ്കിലുമൊക്കെ വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിളിക്കും. ഓക്കെ. സുരേഷ് ചേട്ടൻ അതാ ഇറങ്ങി പോണ പണി കഴിഞ്ഞ്, ഇന്നത്തെ പണി കഴിഞ്ഞ് മുതലാളി വെള്ളം കുടിക്കണ. അങ്ങനെ വൈകുന്നേരം നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങി CCTV ഫിറ്റ് ചെയ്യാൻ. അതൊരു ക്യാമ്പിലാണ് അവിടെ കത്തിപ്പോയത്. കേബിളൊന്നായിട്ട് ഒക്കെ ഒന്ന് മാറ്റണം. സപ്പോർട്ട് ഇന്നത്തെ പണിതാ ഇവിടെ CCTV വെക്കാനുള്ള പരിപാടിയാണ്. ചെറിയൊരു ക്യാമ്പാണ്. അതിനുള്ള സാധനങ്ങളാണ് കാണുന്ന മുഴുവൻ ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്. സ്റ്റോർ റൂമാണ്. ഇവിടെ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്ത് TV ഇവിടെ വെച്ച് കൊടുക്കണം. സംഗതി എല്ലാം കൂടുതലാ. ഷോർട്ട് സർക്യൂട്ടായും വേറെ കത്തിപ്പോയതാ. ഇത് ചേഞ്ച് ചെയ്യുന്ന പണിയാ. ഇത് കട്ട് ചെയ്യട്ടെ, ഞാൻ കട്ട് ചെയ്യണ്ടല്ലേ? ഓക്കെ. അമ്മ കിളക്ക് എവിടെ എത്തി നോക്കാം. ഇത് പുള്ളർ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുകയാണ് വയറ് വലിക്കാൻ വേണ്ടിയിട്ട്. പണിയാണ് ഇപ്പോൾ റജീബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ വയറ് വലിക്കുക. അവിടെ എത്തിക്കിന് കുറച്ചും കൂടി അവിടെ വലിച്ചിട്ട് അങ്ങോട്ട് വലിക്കണം. അങ്ങനെ പോകുന്നു ഇതിൻ്റെ മേലേക്കാണ്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ കറക്റ്റിങ് ആയിട്ട് വേണം മുകളിൽ കൊണ്ടുപോകാൻ. അവിടെ റൈറ്റ് സൈഡിലൊരു ക്യാമറ, ലെഫ്റ്റ് സൈഡിൽ ഔട്ടിലേക്കൊരു ക്യാമറ. അജേ ഇന്ന് വർക്ക് തീർത്തിട്ടല്ലേ പോവും? സെറ്റല്ലേ ചേട്ടാ? വർക്ക് ഇന്ന് തീരൂലേ? നമ്മൾ തീർക്കും ഉറപ്പ്. അങ്ങനെ ഏകദേശം മഗ്‌രിബായിട്ടോ. മഗ്‌രിബോ റജീബ് പിന്നെ പുള്ളർ വെച്ചിട്ട് പിന്നെ വയറ് പൈപ്പ് കയറ്റാനുള്ള പരിപാടിയാണ്. അതാ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈമെല്ലാം കൂടി 9 മണി ആയിക്കിന് അല്ലേ? സുരേഷേട്ടൻ അത് ശക്തമായിട്ട് മുന്നേറിയെന്നാ. അങ്ങനെ ഏതായാലും DVRൻ്റെ ഏരിയയിലേക്ക് എല്ലാ വയറും വലിച്ചെത്തിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും റജീബ് വന്നിങ്ങാണ്ട് അവിടെ ഹോളൊന്ന് ക്ലിയർ ചെയ്യേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തന്ന്. അത് കഴിഞ്ഞ് പിന്നെ DVR ഹാർഡ് ഡിസ്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന പണിയാണ് എനിക്ക്. അപ്പോൾ റജീബ് ബാക്കി ഇപ്പുറത്തുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. കണ്ട വഴി ഓടാൻ എനിക്കിന് ആരാധകർ കാത്തിക്കുക സുരേഷ് ചേട്ടനാ. പണി കഴിഞ്ഞില്ല. ഏകദേശം 12 മണിയായി. ഞങ്ങളിനി പുറേ പോവാണ്, റൂമിൽ പോവാ. ഇനി രാവിലെ കാണാം ബാക്കി. കേക്കിലെ മെയിൻ ഇന്ന് തീർക്കണമെന്ന് വിചാരിച്ച പണിയൊന്നും നടന്നില്ല.
ഞാനൊക്കെ അല്ലേ വലിയ പണിക്കാരനെ, അതിൻ്റേതായ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഏകദേശം ഒരു 11-12 മണിയോടടുത്ത് ഇപ്പോൾ റിയ ഹനീഫൊക്കെ വന്ന് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ നേരെ പോയി 2 ചിക്കൻ കടായും വാങ്ങി റൊട്ടിയും അടിച്ച്. ഇനി ഇതിൻ്റെ ബാക്കി പണി നാളെ രാവിലെ, ഏതായാലും രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആവും ഞങ്ങൾക്ക്. കാരണം നേരെ വന്ന് റജീബ് TV ഫിറ്റ് ചെയ്യാണ്. എനിക്ക് തന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു 3 ക്യാമറ ഉണ്ട് ഫിറ്റ് ചെയ്യാൻ. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലൊക്കെ ചെയ്യാം. അപ്പോൾ ആ പണിയാണ് എനിക്ക് തന്നത്. അതുപോലെ അടുത്ത ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആശ ഉണ്ടോ. അതാണ് അടുത്ത പണി. ക്യാമറ പണി പഠിക്കുകയാണ് അടുത്ത ഇനി പഠിച്ചിട്ട് നമ്മൾ ക്യാമറയുടെ വർക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇത് എല്ലാം ഉണ്ടോ. ഏണീര വണ്ടയിലാണ് നിൽക്കുന്നത്. ഏണീര വണ്ടയിൽ നിന്നുകൊണ്ടുള്ള പണിയാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ മോല ആശ അകത്ത് ഇപ്പോൾ ഉണ്ട്. അകത്ത് TV സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആശ. പണിക്കാരൻ തട്ടും, എന്നിട്ട് നമ്മൾ ആശാനെ തട്ടും. അതാണ് പണി. ക്യാമറ സെറ്റ് ചെയ്യുന്ന പണിയാണ് ഇനി. നമ്മളെ വണ്ടി വരുന്നുണ്ട്, ബോബ് ക്യാറ്റ്. അതിൻ്റെ മുകളിൽ കയറുക, സെറ്റ് ചെയ്യുക. അങ്ങനെ ബോബ് ക്യാറ്റിൻ്റെ മുകളിൽ കയറി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഗൈസ് ഏകദേശം ക്യാമ്പിലത്തെ പണി കഴിഞ്ഞ്. കുറച്ച് വെള്ളം, തണുത്ത വെള്ളമാണ്. വെള്ളമൊക്കെ കുടിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, ഏകദേശം ടൂൾസ് സാധനങ്ങളൊക്കെ ഇതാ ലോഡാക്കി. ക്യാമറകളൊക്കെ അത് അവിടെ കിടക്കുന്ന വർക്ക് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട്. ഇപ്പോൾ നേരെ ഉച്ചയായി, 1 മണിയായി. അപ്പോൾ റജി പിന്നെ അത് വർക്ക് ചെയ്ച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അവിടെയുള്ള സ്റ്റാഫിന്. നമ്മൾ 2 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഇവിടുത്തെ വർക്ക് ഫിനിഷ് ആയിട്ട് പുതിയൊരു സ്ഥലം തേടി പോവാണ്. ഇവിടെ ഞങ്ങൾ ബാക്കപ്പായി നമ്മളെ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. വർക്ക് നോക്കി പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ 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 ബൈ.